അള്ളാഹുവിന് വെറുപ്പില്ലാത്ത സംസാരങ്ങളിലേക്ക് അവരുടെ സംസാരങ്ങൾ തിരിഞ്ഞാലല്ലാതെ നീ അവിടെ ഇരിക്കാൻ പാടില്ല. അതാണ് ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരിഹി, അതല്ലാത്ത മറ്റു സംസാരങ്ങളിലേക്ക് അവർ മുഴുകുന്നത് വരെ നീ അവരെ വിട്ടു പോകണം. ഇനി നീ മറന്നിട്ട് അത്തരം സദസ്സുകളിൽ ഇരുന്നു, എനിക്കിതിന്റെ ഗൗരവമൊന്നും മനസ്സിലായില്ല, നീ അത്ര അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, അങ്ങനെ നീ അവിടെ ഇരിക്കേണ്ടി വന്നാൽ ശൈത്താൻ നിന്നെ മറപ്പിച്ചു കളഞ്ഞാലോ. അൻസാ യുൻസി, അൻസാ എന്ന് പറഞ്ഞാൽ മറപ്പിച്ചു എന്നാണ്, നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്. അൻസാ എന്ന് പറഞ്ഞാലോ മറപ്പിച്ചു. വഇമ്മാ യുൻസിയന്നക, ഇനി നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ ആര്? ശൈത്താൻ. ശൈത്താൻ മറപ്പിച്ചു കളഞ്ഞാൽ അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള ഗൗരവത്തിൽ നീ ഓർത്തില്ല. ശൈത്താൻ നിന്റെ മനസ്സിൽ നിന്ന് ആ ചിന്ത എടുത്തു കളഞ്ഞു. അങ്ങനെ നീ അറിയാതെ കുറച്ചേരം അവിടെ കുടുങ്ങിപ്പോയി എങ്കിൽ എന്നാ പിന്നെ ഏതായാലും ഇവിടെ ഇരുന്നില്ലേ, ഇനി ഇവിടെ തന്നെ അങ്ങനെ തുടരാ എന്ന് ആരും വിചാരിക്കരുത്. അല്ലാഹു തആല പറയാണ്, അങ്ങനെ ഓർമ്മ വന്നാൽ ഫലാ തഖുദ്, പിന്നെ നീ ഇരുന്നു പോകരുത്. ഖഅദ ഇരുന്നു, ഫലാ തഖുദ് അപ്പോൾ നീ ഇരിക്കരുത്. ബഅദ ദിക്റാ, ഓർമ്മ വന്നതിന്റെ ശേഷം. ഓർമ്മ ദിക്റാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മ. ഓർമ്മ വന്നതിന്റെ ശേഷം പിന്നെ നീ അവിടെ ഇരിക്കാൻ പാടില്ല. ആരോടൊപ്പം? മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയുടെ കൂടെ പിന്നെ നീ ഇരിക്കാൻ പാടില്ല. കണ്ടോ, ഇവിടെ ഈ പ്രവൃത്തി ചെയ്യുന്ന ഖൗമിനെ അള്ളാഹു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ളാലിമീൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ അവർ അക്രമികളാണ്, അക്രമാണ് ഈ ചെയ്യുന്നത്. അപ്പൊ അക്രമകാരികളുടെ കൂട്ടത്തിൽ പിന്നെ നീ ഇരുന്നു കൊടുക്കാൻ പാടില്ല. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ്.